സാക്ഷിക്കൂട് എന്ന് കേൾക്കുമ്പോൾ മുട്ടടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണണം. പ്രായാധിക്യം മൂലവും മാനസിക രോഗം മൂലവും മറ്റ് അസുഖങ്ങൾ മൂലവും ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകാൻ കഴിയാത്തവരെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നവരൊഴികെ കുട്ടികൾ ഉൾപ്പെടെ മറ്റെല്ലാവർക്കും സിവിൽ ക്രിമിനൽ നടപടികളിൽ സാക്ഷികളാവാൻ കഴിയും. ഇങ്ങനെ അതാത് കേസുകളിൽ സാക്ഷിയും അനുഭവവും സാക്ഷിക്കൂട്ടിൽ നിന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരു സാക്ഷി ശരിക്കുള്ള പരീക്ഷണം നേടുന്നത്. എതിർഭാഗം വക്കീലിന്റെ വജ്രായുധമാണ് പിന്നെ ക്രോസ് വിസ്താരം. സാക്ഷി നൽകിയ മൊഴിയുടെ സത്യസന്ധതയും കൃത്യതയും വിശ്വാസ്യതയും പരീക്ഷിച്ച് കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ക്രോസ് വിസ്താരത്തിന്റെ ലക്ഷ്യം. സാക്ഷിയെ അപമാനിക്കുകയോ കെണിയിൽപ്പെടുത്തുകയോ അപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുകയോ ഒഴിച്ച് സാക്ഷിയുടെ മുൻകാല ധാർമ്മിക സദാചാര മൂല്യച്യുതികൾ ഉൾപ്പെടെ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയവും എതിർഭാഗം വക്കീലിന് ചോദിക്കുകയും ചെയ്യാം. സാക്ഷി നിയമത്തിന്റെയും കോടതിയുടെയും കണ്ണും കാതുമാണ്. അതുപോലെ തന്നെ നിരവധി കൊലക്കൊമ്പന്മാരായ സാക്ഷികൾ തലചുറ്റി വീണ സ്ഥലവുമാണ് സാക്ഷിക്കൂട്. അതുകൊണ്ട് സാക്ഷിക്കൂട്ടി കയറുന്നതിന് മുമ്പ് കൃത്യമായ മുന്നൊരുക്കങ്ങളും ഗൃഹപാഠവും ചെയ്തിരിക്കണം. എതിർഭാഗം വക്കീൽ ദേഷ്യപ്പെട്ടാൽ പോലും തിരിച്ച് ദേഷ്യപ്പെടാതെ, തർക്കത്തിൽ നിൽക്കാതെ, കാട് കയറാതെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകി കൃത്യമായി അറിവുള്ള വസ്തുതകൾ മാത്രം പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആട് പട്ടിയാവും, പട്ടി പേപ്പട്ടിയാവും, പ്രതി പുഷ്പം പോലെ രക്ഷപ്പെടുകയും ചെയ്യും. ഇത് പുതിയ അറിവാണെങ്കിൽ ഷെയർ ഇറ്റ് മാക്സ്.